17 വെട്ടുമായി വരുന്ന എമ്പുരാൻ സിനിമ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നത് കലയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഭാവനയുടെ അതിരുകളെക്കുറിച്ചുമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും ശക്തമായ കോടതി വിധി നേടിയത് മീശ എന്ന നോവലാണ്. പക്ഷേ ആ വിവാദത്തിനു കാരണമായ ആ വരിയില്ലാതെയാണ് എസ് ഹരീഷിന്റെ മീശ വായനക്കാരിലേക്ക് എത്തിയത്. ഇപ്പോ എമ്പുരാനിൽ എതിർപ്പിനിടയാക്കിയ സീനുകളെല്ലാം വെട്ടിയൊതുക്കി വരികയാണ്. ഡോൺ സ്പെയർ മീ അഥവാ എന്നെ ഒഴിവാക്കരുത് എന്ന് കാർട്ടൂണിസ്റ്റ് ശങ്കറിനോട് പറഞ്ഞ ജവഹർലാൽ നെഹ്റുവിന്റെ കാലമല്ല ഇത്. സ്വന്തം കലയായ നർമ്മം പറഞ്ഞതിന് വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൊമേഡിയൻ കുനാൽ കംറമാരുടെ കാലമാണ്. വിമർശിച്ചാൽ അനുഭവിക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെമാരുടെ കാലമാണ്. നവഫാസിസം എന്താണ് എന്നതിൽ ആർക്കെങ്കിലും ഇനിയും ഒരു സംശയമുണ്ടെങ്കിൽ അത് ഈ സംഭവങ്ങളിലേക്ക് നിങ്ങൾ നോക്കാത്തത് കൊണ്ട് മാത്രം ഉണ്ടാകുന്നതാണ്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. വെട്ടിക്കൂട്ടിയ പടങ്ങൾ ആർക്കു വേണ്ടി? ഒരാളെയെങ്കിലും വേദനിപ്പിക്കാത്തത് കല അല്ല എന്ന് പറഞ്ഞത് സൽമാൻ റുഷ്ദിയാണ്. കല എപ്പോഴും ഒരു രസിപ്പിക്കൽ ഉപാധി മാത്രമല്ല, സമൂഹത്തിന്റെ തെറ്റുകളും ജീർണതകളും നാശങ്ങളും കൂടി ചൂണ്ടിക്കാണിക്കാനുള്ളതാണ്. സമൂഹത്തെ ഭിന്നിപ്പിക്കാനാകരുത് കല എന്ന് പറയുമ്പോഴും ജീർണതകൾ ചൂണ്ടിക്കാണിക്കാനും കലയ്ക്കു മാത്രമേ സാധിക്കുകയുള്ളൂ. 1000 പ്രസംഗങ്ങളെക്കാൾ ഗുണം ചെയ്യും നല്ലൊരു സിനിമയും നാടകവും. തന്റേടവും നല്ല ഉൾക്കാഴ്ചയും ഉള്ളവർക്ക് മാത്രമേ തെറ്റുകൾ സമൂഹത്തെ ബോധിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം എടുക്കാൻ കഴിയൂ. എമ്പുരാൻ ഉത്തമ കലയുടെ ഉദാഹരണമാണെന്ന് ആരും പറയുമെന്ന് കരുതാൻ കഴിയില്ല. പക്ഷേ മലയാളത്തിൽ അത് വേറിട്ടൊരു സിനിമാ അനുഭവമാണ്. ഇംഗ്ലീഷിലും തെലുങ്കിലും ഹിന്ദിയിലുമൊക്കെ മാത്രം നമ്മൾ കണ്ടിരുന്ന ഐമാക്സ് അനുഭവം മലയാളത്തിൽ വന്നു എന്നതുകൊണ്ട് മാത്രമല്ല അങ്ങനെ. കച്ചവട താല്പര്യത്തോടെ വലിയ മുതൽ മുടക്കിൽ വമ്പൻ പ്രചാരണങ്ങളുടെ അകമ്പടിയോടെ എല്ലാം എടുക്കുന്ന സിനിമകൾ എപ്പോഴും സുരക്ഷിത പാതയിൽ മാത്രം സഞ്ചരിക്കാൻ താല്പര്യപ്പെടുന്നവയാണ്. 4 പാട്ടും 8 പടവെട്ടും 6-7 മെലോ ഡ്രാമകളും ഒക്കെ ചേർന്നാൽ അത്തരമൊരു കൂട്ടുകളായി. പക്ഷേ ഇത്രയേറെ മുതൽ മുടക്കി നിർമ്മിക്കുമ്പോഴും ഹോളിവുഡ് സിനിമകൾ സമൂഹത്തോട് കാണിക്കുന്ന ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അങ്ങനെ ഒരു ഉത്തരവാദിത്തം കാണിക്കാൻ ഇറങ്ങിയതാണ് എമ്പുരാന്റെ അണിയറ പ്രവർത്തകർ. അവർക്ക് എന്തുകൊണ്ട് 17 ഭാഗങ്ങൾ മുറിച്ചു മാറ്റേണ്ടി വന്നു? എമ്പുരാൻ സിനിമ ഒരു പറ്റം പ്രേക്ഷകർ ഇതിനകം കണ്ടു കഴിഞ്ഞതാണ്. അതിനുശേഷമാണ് ഈ 17 സീനുകൾ മുറിച്ചു മാറ്റി പുതിയൊരു സിനിമ വരുന്നത്. പ്രതിഷേധം ഉയർന്നപ്പോൾ അതിനുള്ള വിട്ടുവീഴ്ച നടത്താൻ അണിയറ പ്രവർത്തകർ തയ്യാറായി. മീശ നോവലിലും സംഭവിച്ചത് ഇതുതന്നെയാണ്. അത് സിനിമാ പ്രവർത്തകരുടെ ഒരു കീഴടങ്ങലായി എടുക്കേണ്ടതില്ല. സമൂഹത്തിൽ ഭൂരിപക്ഷമുള്ള ആളുകൾ അതിന്റെ തടിമിടുക്കുകൊണ്ട് കൂടുതൽ വലിയ തെറ്റുകൾ ചെയ്യാതിരിക്കാൻ നടത്തുന്ന ഒരു ഇടപെടലാണ്. മറ്റൊരു ഗതിയുമില്ലാതെ ചെയ്യുന്നതാണ്. ബാബു ബജ്രംഗി അഥവാ ബാബുഭായ് പട്ടേലായിരുന്നു ഗുജറാത്ത് കലാപത്തിന്റെ മുഖ്യ സൂത്രധാരൻ. നരോദ പാട്ടിയ കൂട്ടക്കൊലയിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടയാളാണത്. ആ ബാബുഭായിയെ ഓർമ്മിപ്പിച്ച് ബാബ ബജ്രംഗി എന്നായിരുന്നു സിനിമയിലെ മുഖ്യ വില്ലന്റെ പേര്. ആ പേര് മാറ്റുന്നു എന്നതാണ് ഒന്നാമത്തെ വെട്ടിമാറ്റം. പിന്നെ വെട്ടിമാറ്റുന്നത് ഗോദ്ര ഗുജറാത്ത് കലാപങ്ങളെ നേരിട്ട് പരാമർശിക്കുന്ന ഭാഗങ്ങളാണ്. ഗർഭിണിയെ ഉപദ്രവിക്കുന്ന രംഗവും വെട്ടിമാറ്റും. ഗുജറാത്ത് കലാപത്തിൽ മനസാക്ഷിയുള്ളവരുടെ രക്തം മരവിച്ചു പോയത് ശൂലം കൊണ്ട് ഗർഭിണിയെ ആക്രമിച്ചു എന്ന വാർത്ത പുറത്തു വന്നപ്പോഴാണ്. അന്വേഷണ കമ്മീഷനുകൾക്ക് മുന്നിൽ സാക്ഷികൾ ഇത്തരത്തിൽ മൊഴികൾ നൽകുകയും ചെയ്തു. ആ ഒരു രംഗമാണ് 4-5 ദിവസത്തിനു ശേഷം സിനിമയിൽ നിന്നും നീക്കം ചെയ്യുന്നത്. മുസ്ലിങ്ങൾക്ക് അഭയം കൊടുക്കുന്ന രാജകുടുംബാംഗത്തെ കൊല്ലുന്ന രംഗവും എടുത്തുമാറ്റും. കലാപത്തിനിടയിൽ ജാതി പറഞ്ഞു നടത്തിയ അധിക്ഷേപങ്ങളുമുണ്ട്. അവയും എടുത്തു മാറ്റാൻ പോവുകയാണ്. എമ്പുരാൻ ദേശവിരുദ്ധ സിനിമയാണെന്ന് പ്രഖ്യാപിച്ച് RSS മുഖമാസികയായ ഓർഗനൈസർ ലേഖനം പ്രസിദ്ധീകരിച്ചു. ദേശവിരുദ്ധവും ഹിന്ദുവിരുദ്ധവും എന്ന ലേബൽ ചാർത്തിയതിലൂടെ അണികളോട് ബഹിഷ്കരിക്കാൻ മാത്രമല്ല ആഹ്വാനം. പല ഘട്ടങ്ങളിലും രാജ്യത്ത് തിയേറ്ററുകൾ നിന്നു കത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നടന്മാരും അതിലെ അണിയറ പ്രവർത്തകരും നേരിട്ട തിരിച്ചടികളും അനുഭവിച്ചറിഞ്ഞതാണ്. എമ്പുരാൻ സിനിമയ്ക്ക് പിന്നിൽ എത്ര ഉദാത്തമായ കലയുണ്ടെന്ന് പറഞ്ഞാലും ലാഭമാണ് ആത്യന്തിക ലക്ഷ്യം. കച്ചവട സിനിമയുടെ ഭാഗമായ ആളുകൾ തന്നെയാണ് നിർമ്മാണത്തിലും അഭിനയത്തിലുമുള്ളത്. കലാകാരൻ എന്ന നിലയിൽ മോഹൻലാലിന് സംവിധായകൻ പറഞ്ഞത് ചെയ്തു എന്ന് ന്യായീകരിക്കാം. പക്ഷേ നടനും നിർമ്മാതാവും കൂടിയായ സംവിധായകൻ പൃഥ്വിരാജിന് ആ ആനുകൂല്യം കിട്ടില്ല. തിരക്കഥാകൃത്ത് മുരളി ഗോപിക്കും കിട്ടില്ല.
ഇവർ രണ്ടുപേരും മലയാളത്തിലെ കച്ചവട സിനിമയുടെ ഭാഗമാണ്. പണം മുടക്കി ആശീർവാദ് ഫിലിംസിനും ലൈക്ക പ്രൊഡക്ഷൻസിനും ശ്രീ ഗോകുലം മൂവീസിനും അനവധി വ്യാപാര താല്പര്യങ്ങളുള്ളവരാണ്. ഒരു സിനിമയുടെ പേരിൽ മുഴുവൻ വ്യാപാരവും പ്രതിസന്ധിയിലാക്കുന്ന സ്ഥിതി അവർക്ക് ആലോചിക്കാൻ കഴിയുന്നതല്ല. അത് അവരുടെ ദൗർബല്യമായി എടുക്കേണ്ടതില്ല. ഇത്തരം സംരംഭങ്ങൾ തുടർന്നും നിലനിൽക്കേണ്ടത് അവരുടെ മാത്രം ആവശ്യമല്ല, അതിൽ തൊഴിൽ ചെയ്യുന്നവരുടെയും ഗുണഭോക്താക്കളുടെയും കൂടി ആവശ്യമാണ്. കുനാൽ കമ്ര എന്ന കൊമേഡിയനെതിരെ ഇപ്പോ നമ്മുടെ രാജ്യം മുഴുവൻ കേസുകളാണ്. എല്ലാവരുടെയും പരാതി സ്വീകരിച്ച FIR ഇടുകയാണ് പോലീസ്. മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ ഉപമുഖ്യമന്ത്രിയുമായ ഏക്നാഥ് ഷിൻഡെ ഒരു ചതിയനാണെന്ന് കമ്ര പറഞ്ഞു. അത് ഷിൻഡെക്ക് നൊന്തു. അതിന്റെ പേരിലാണ് രാജ്യമെങ്ങും കേസുകൾ എടുത്തുകൊണ്ടേയിരിക്കുന്നത്. കമ്രയുടെ ഈ വിവാദ പരാമർശം റെക്കോർഡ് ചെയ്ത സ്റ്റുഡിയോ ആദ്യം കത്തി. വീഡിയോയുമായി ബന്ധപ്പെട്ടവരെല്ലാം ഇപ്പോൾ ഭീഷണി നേരിടുകയാണ്. ശിവസേനയെ ചതിച്ച് മുഖ്യമന്ത്രി പദത്തിനായി പോയ ഷിൻഡെയെ കുറിച്ച് പറഞ്ഞതിൽ ഖേദമില്ലെന്ന് ആവർത്തിക്കുന്നുണ്ട് കമ്ര. ഇങ്ങനെ കമ്രയെ പോലെ ഒരു ഉറച്ച നിലപാട് സ്വീകരിക്കാൻ എല്ലാവർക്കും കഴിയില്ല. പ്രത്യേകിച്ച് പൃഥ്വിരാജോ അല്ലെങ്കിൽ മുരളി ഗോപിയോ വിചാരിച്ചാൽ മാത്രം ശക്തമായൊരു നിലപാട് എമ്പുരാനിൽ സ്വീകരിക്കാൻ സാധ്യമല്ല. കാരണം എമ്പുരാനുമായി സഹകരിച്ച് പ്രവർത്തിച്ച നൂറുകണക്കിന് സംവിധാനങ്ങളുണ്ട്. അവയെല്ലാം ഈ പ്രതിസന്ധി നേരിടേണ്ടി വരും. ഈ വിവാദം ഒരു കാര്യം കൂടി ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു. പരസ്പരം പുറം ചൊറിഞ്ഞ് സുഖിപ്പിക്കുന്ന സ്റ്റാൻഡപ്പ് കോമഡികൾ പിടിച്ച് കഴിച്ചിലാകാം. അല്ലാതെ കലയുടെയും സാമൂഹിക ഉത്തരവാദിത്വത്തിന്റെയും മേന്മ നോക്കാൻ ഇറങ്ങിയാൽ നിങ്ങളെ വാഴാൻ അനുവദിക്കില്ല. ഇതിനല്ലേ സർ നവ ഫാസിസം എന്ന് പറയുന്നത്. സ്പോട്ട്ലൈറ്റിനെ മറ്റൊരു വിഷയമായി നാളെ ഇതേ സമയം.